ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിലെ പ്രതിക്ക് തൂക്കുകയർ വിധിച്ച് ഇടുക്കി അഡീഷണൽ സെഷൻസ് കോടതി. സ്വത്തിനു വേണ്ടി സ്വന്തം മകനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്ന കേസിലാണ് പ്രതി ഹമീദിന് പരമാവധി ശിക്ഷ നൽകിയത്. സത്യം ജയിച്ചു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ നിരപരാധിത്വം തെളിയിക്കാൻ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗവും അറിയിച്ചു. മട്ടൻ കറി കിട്ടാത്തതിന് വീടിന് തീയിട്ട് മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്നു എന്ന രീതിയിലാണ് ചീനിക്കുഴി കൊലപാതകം ആദ്യം പുറം ലോകമറിഞ്ഞത്. എന്നാൽ 2022 മാർച്ച് 19 പുലർച്ചെ നടന്നത് സ്വത്തിനു വേണ്ടി മകനെയും മകന്റെ ഭാര്യയെയും പേരക്കുട്ടികളെയും ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണ് എന്ന് കോടതി കണ്ടെത്തി. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊന്ന പ്രതിക്ക് പ്രായത്തിന്റെ പരിഗണന നൽകരുത് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. പിന്നാലെ ആലിയക്കുന്നിൽ ഹമീദിനെ മരണം വരെ തൂക്കിക്കൊല്ലാൻ ഇടുക്കി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. പ്രായം മാത്രമായിട്ട് പരിഗണിക്കാൻ പാടില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും അപ്പീൽ പോയി നിരപരാധിത്വം തെളിയിക്കുമെന്നും പ്രതിഭാഗം. ഞങ്ങൾ അപ്പീലിന് പോകും, ഞങ്ങളുടെ ഇന്നസെൻസ് ഞങ്ങൾ തെളിയിക്കും. സാക്ഷികളിൽ ഒരാൾ കൂറുമാറിയിട്ടും വിചാരണ വേളയിൽ ജാമ്യം പോലും നിഷേധിച്ചാണ് കോടതി നടപടികൾ പൂർത്തിയാക്കിയത്. ലാൽകൃഷ്ണൻ, 24, ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.